ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ ചെയ്താലോ? ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. അപ്പൊ എഴുന്നേറ്റത് നന്ന രാവിലെ ഒന്നല്ല കേട്ടോ. അപ്പൊ സമയം തന്നെ 9:30 എനിക്ക് രാത്രി ഒന്നും ഉറക്കേ ഇല്ല കേട്ടോ. രാത്രി എത്ര ടൈം എഴുന്നേക്കും എനിക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതിൽ കുറച്ചൊക്കെ ഉറക്കം കിട്ടുക ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴാണ്. രാവിലെ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ നല്ല ഉറക്കാണ്. പിന്നെ ഞാനത് എന്തിനാ സ്കൂളിൽ എഴുതാന്ന് വെച്ചിട്ട് ഒരു 9:30 വരെ, ഒരു 9 മണി, 8:30, 9 മണി വരെ സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ ഫോണിൽ കമന്റും വീഡിയോസും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്തിട്ട് ഒരു 9:30 ആകുമ്പോൾ എഴുന്നേക്കും കേട്ടോ. അങ്ങനെയാണ് ദിവസങ്ങൾ പോണത്. അതിൻ്റെ ഇടയിൽ നോർമൽ ഡേ ആണെങ്കിൽ എൻ്റെ കെട്ടിയവനായിട്ട് വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ്, ആ ഉച്ചയ്ക്ക് എഴുന്നേക്കുള്ളൂ. അപ്പൊ ഇന്ന് ആ വിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് കുടിക്കും കേട്ടോ. ആദ്യമൊന്നും പ്രഗ്നന്റ് ആവുന്നതിന് മുന്നൊന്നും വെള്ളമായിട്ട് വലിയ കണക്ഷൻ ഇല്ലായിരുന്നു. എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെയാണ് വെള്ളം കുടിക്കാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പൊ എന്തോ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബ്രഷ് ഇഷ്ടമല്ല ബ്രഷ്. എനിക്ക് പിന്നെ ബ്രഷ് മാറ്റാൻ പറ്റില്ല. ഇത് ഭയങ്കര ഹാർഡാണ്. ഫുള്ള് ഇവിടെയൊക്കെ മറ്റേ ടാബ്ലറ്റ് കുടിച്ചിട്ട് കറുത്തുണ്ടാവും. എന്തല്ലേ, അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കരുത്. ഒരു കാര്യങ്ങൾ നോക്കരുത്. നമ്മളിങ്ങനെ തടി കൂടും, നമ്മളവിടെയൊക്കെ കറക്കും, നമ്മളെ മുഖത്ത് പിമ്പിൾസ് വരും, പല സംഭവങ്ങളും നമുക്ക് വരും. പക്ഷെ നമ്മളതൊന്നും ഇപ്പൊ കാര്യമാക്കരുത്. നമ്മുടെ കുഞ്ഞാൾക്ക് വേണ്ടിയിട്ട് എല്ലാം വിചാരിക്കണം എന്ന് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ചില സമയത്തൊന്നും കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. പക്ഷെ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് സെറ്റാഫിലിറ്റി ആണ് കേട്ടോ. എന്താ പറയാ, ഞാൻ വലിയ സന്തോഷത്തിലൊന്നുമല്ല. കാരണം ഞാൻ മുന്നേ സാലിസിലിക് ആസിഡിന്റെ ഒക്കെ ബേസുള്ള ചെയ്യാറ്. പക്ഷെ ഇപ്പം അത് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര എന്താ പറയാ, മിനിമലാണ് കേട്ടോ. അത് എനിക്ക് ഒരുപാട് ക്ലീൻ ആവുന്ന പോലെ ഒന്നും തോന്നില്ല. ഭയങ്കര ജെന്റിലാണ്. എന്ത് ചെയ്യാനോ, പ്രഗ്നന്റ് ആയി പോയില്ലേ. നോർമൽ ഡേ ആണെങ്കിൽ ഞാൻ കുളിക്കാറ് വൈകുന്നേരമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ മോർണിംഗിൽ കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ എന്തിനാണ് നമ്മൾ സ്കിൻ കെയർ വേസ്റ്റ് ആക്കുന്നത്? നമുക്ക് കുളിച്ചതിന് ശേഷം സ്കിൻ കെയർ ചെയ്യാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഒരു ലിപ് ബാം മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ പൊട്ട് വെക്കാഞ്ഞാൽ ഭയങ്കര ഒരു ശോകമാണ് കേട്ടോ. കല്യാണത്തിന് മുന്നൊന്നും പൊട്ടേ വെക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പൊട്ട് വെക്കാതിരിക്കുക എൻ്റെ ഭർത്താവിനെ സമ്മതിച്ചിട്ടേ ഇല്ല. അങ്ങനെ പൊട്ട് വെച്ച് ഞാൻ എന്നെ കണ്ട് എന്നെ പൊട്ട് വെക്കാതെ എനിക്ക് കാണാൻ എന്തൊരു സങ്കടമാണ്. വിശപ്പ് ഇത് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തേലും കഴിക്കണം. അമ്മ രാവിലെ തന്നെ ഫുൾ പണിയിലാണ് കേട്ടോ. ഇന്ന് എൻ്റെ അവിടുന്ന് ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാം നേരത്തെ എഴുന്നേറ്റ് കാലാക്കാൻ വേണ്ടിയിട്ട് അമ്മ നേരത്തെ എഴുന്നേറ്റ് ഫുൾ പണിയിലൊക്കെയാണ്. ചായ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം ഞാൻ ചായ ചൂടോടൊക്കെ എനിക്ക് വേണം. അപ്പം നീ ചൂടാരോ വെച്ചിട്ട് അമ്മ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചായയൊക്കെ ആറ്റി കൂട്ടി സെറ്റാക്കിയിട്ട് കഴിക്കാം. എന്തൊരു സന്തോഷം അറിയോ പ്ലേറ്റ് കാണുമ്പം. ഇതിന് ഞങ്ങളവിടെ കലക്കി ചുട്ടപ്പം എന്നാണ് കേട്ടോ പറയുക. ഞങ്ങളവിടെ എന്താ പറയുക, നീർദോശ എന്നൊക്കെ പറയുമല്ലോ. അതും മത്തിക്കറിയും ആയിരുന്നു കേട്ടോ. എന്തൊരു സന്തോഷം അറിയോ എനിക്ക്. സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ അങ്ങ് പീക്കിൽ നിൽക്കുന്ന ഒരു ഫുഡില്ലേ, അതാണിത്. രാവിലെ നോൺ വെജ് കഴിക്കാൻ ഒട്ടുമിക്ക ആൾക്കാർക്കൊന്നും ഇഷ്ടാവില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂട്ടത്തിൽ പാലൊഴിച്ച നല്ല ചായ.
ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കാനും ഇങ്ങനെ ഓരോന്നും എല്ലാവരോടും വർത്താനം പറയാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെയാണെങ്കിൽ ഏട്ടൻ ഇപ്പോൾ ഓഫീസിലും പോയി, ഞാനിങ്ങനെ ആ ഫ്ലാറ്റിൽ ടി വിയും കണ്ട് ആ സോഫയിലും ഇരുന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നാട്ടിൽ വന്നത് ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ. പക്ഷേ ആ മനുഷ്യനെ പിരിഞ്ഞിരിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു വിഷമം. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ കുറച്ച് നേരം കസാലയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം നടന്ന് അമ്മേനോടൊക്കെ വർത്താനം പറഞ്ഞ് അച്ഛനോടൊക്കെ വർത്താനം പറഞ്ഞ് നല്ല രസമല്ലേ. അമ്മയുടെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു കേട്ടോ. എന്തൊക്കെയാ അമ്മ ഉണ്ടാക്കിയെന്ന് പോയി നോക്കിയാലോ. സാമ്പാറുണ്ട്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മത്തിക്കറി, അതുപോലെ തന്നെ ഇതെന്താ സാധനം, മത്തൻ്റെ എന്തോ സാധനം, ചോറുണ്ട്, പിന്നെ എന്താ കോവയ്ക്കുപ്പേരി ഞാൻ ഉണ്ടാക്കാൻ ആദ്യമേ ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കലക്കി ചുട്ടപ്പം. സമയം 10 മണിയാണ്. അപ്പോഴേക്കും ഇതെല്ലാം കാലമായി. എന്താ അല്ലേ, ഞാനൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും ഒരിക്കലും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പം പക്ഷെ അമ്മ ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേറ്റില്ല. അമ്മ പെട്ടെന്ന് പണികളൊക്കെ തീർക്കും. ആ ഒരു കഴിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എത്ര സമയം എടുക്കുമെന്ന് അറിയാം ഞാൻ ഓരോന്നും ചെയ്ത് തീർക്കാൻ. എപ്പോഴും അമ്മേനെ പോലെ ആവാൻ പറ്റുക, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഉത്തരവാദിത്തമാകുമ്പോൾ അമ്മേനെ പോലെ ആവാൻ പറ്റുമായിരിക്കും അല്ലേ. എനിക്ക് ഈ കാര്യത്തിലൊക്കെ അമ്മേനെ പോലെ ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പെട്ടെന്ന് തീരും അമ്മയുടെ പണികളൊക്കെ. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എല്ലാം ഫിനിഷ് ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കോവയ്ക്ക ഫുള്ളായിട്ട് അരിഞ്ഞു കേട്ടോ. അതിൻ്റെ ഉപ്പേരി ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കൂ, അമ്മ ഫുള്ള് സെറ്റാക്കി ചിക്കനും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വറക്കാൻ. ഈ ഒരു മസാല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അമ്മ വറക്കണ ആ ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ട്രൈ ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോവയ്ക്കുപ്പേരി. നിങ്ങൾക്ക് ഇഷ്ടമാണോ കോവയ്ക്കുപ്പേരി? എൻ്റെ ടാറ്റയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എന്നും ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഏട്ടൻ്റെ അച്ഛന് എരു തീരെ പറ്റില്ല. അപ്പോൾ എരിവില്ലാതെ കുറച്ച് മാത്രം മുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേറെ പച്ചമുളകൊന്നും കീറിയിടാതെ ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിയാണ്. പിന്നെ എൻ്റെ തലയൊക്കെ അവിടെ മുട്ടണത് ഞങ്ങളെ തറവാടാണ് കേട്ടോ. പഴയ വീടാണ് അത്. ഞങ്ങൾ എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ റിനോവേറ്റ് ചെയ്തതാണ്. ഫുള്ള് വേർത്ത് അവശയായി. ഈ ചൂടത്ത് ഇത്രയും സാധനങ്ങൾ കുക്ക് ചെയ്യുന്നത്. അതും എൻ്റെ അമ്മ അടുപ്പിലാണ് കേട്ടോ ചിലതൊക്കെ ഉണ്ടാക്കാറ്. ചിലതൊന്നല്ല, എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കാറ്. സമ്മതിക്കണം. ഹാൻഡ്സ് ഓഫ് യു. ചൂടെടുക്കണോ വേർക്കണോ പുകയണോ. എൻ്റെ കോവയ്ക്കുപ്പേരി റെഡിയായി. അമ്മേൻ്റെ ചിക്കൻ റെഡിയാക്കുന്നു. അടുക്കളയിൽ ഒരു 10 മിനിറ്റ് നിന്നപ്പോഴേക്കും മനുഷ്യൻ്റെ ചൂടെടുത്ത് വയ്യാണ്ടായി. അമ്മമാരൊക്കെ സമ്മതിക്കണല്ലേ. അമ്മമാരെ മാത്രമല്ല, കുറേ ആൾക്കാരേനെ. എന്താല്ലേ, ഇവരൊക്കെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അമ്മയൊക്കെ പറയാറുണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, വീട്ടിലെല്ലാവർക്കും കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെയോ ഫുൾ റെസ്റ്റ്. ഞാൻ വന്നതിൻ്റെ ശേഷം ഇന്നാണ് ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്നത്. അവിടെയും ഒരു 6 മാസം വരെയൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്. 7-ാം മാസം ഒന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലേ. അപ്പം ഇനി മരുന്ന് കുടിക്കണം, രാവിലത്തെ മരുന്ന് കുടിക്കണം, പിന്നെ കുളിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മതിയാണ്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ മരുന്ന് കുടിക്കുന്നത് കണ്ടിട്ട് ഡുപ്പാസ്ട്രോൺ ഇപ്പോഴും എന്തിനാ കുടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രാവൽ ചെയ്യുന്ന സമയത്തും പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നതായിരുന്നു ഡുപ്പാസ്ട്രോൺ. എൻ്റെ അടുത്തുള്ളത് തീരുന്ന വരെ കുടിച്ചോളാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞു, അതിനൊരു ഇത്രയേ ഉള്ളൂ. അപ്പം അതാണ് ഡുപ്പാസ്ട്രോണിൻ്റെ കഥ. അത് ഇത്തിരി മരുന്ന് കുടിക്കാനുണ്ട്. ആദ്യമൊക്കെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും താളിയൊക്കെ അരച്ച് കുളിക്കുമായിരുന്നു കേട്ടോ. അപ്പം താളി അരയ്ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ മടി എന്ന് പറയുന്നൊരു സംഭവം ഇല്ലേ, അത് നമ്മളെ അങ്ങ് ചില കാര്യങ്ങളിൽ അനുവദിക്കില്ല എന്നേ.
യെസ്, അങ്ങനെ ഒരു നല്ലൊരു സുന്ദരമായ കുളിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് എണ്ണയൊന്നും തേക്കാൻ നിന്നില്ല. അല്ലെങ്കിൽ ഞാൻ എണ്ണ തേച്ച് നീലബൃങ്ങാതിയാണ് കേട്ടോ തേക്കുക. എണ്ണ തേച്ച് ബോഡിയിൽ ഫുള്ള് എണ്ണ തേച്ച് ഇവിടെ കുറേ നേരം മസാജൊക്കെ ചെയ്ത്, അതുപോലെ നിപ്പിളുടെ ഭാഗത്ത് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. അങ്ങനെ പൊടിഞ്ഞ് എന്തോ സാധനം വരുന്ന പോലെ. അപ്പം അങ്ങനെ കുറേ മസാജ് ചെയ്ത് നല്ല രീതിയിൽ ഓയിൽ ചെയ്തിട്ടാണ് കുളിക്കാറ്. പക്ഷെ ഇന്ന് എന്തോ ഒരു മടി. പിന്നെ ഇന്ന് താളി അരയ്ക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. താളി അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തൊക്കെ പോയി നോക്കി. പക്ഷെ എന്താ പറയുക, താളിയും കൂടി ആയിക്കഴിഞ്ഞാൽ താളിക്ക് ഭയങ്കര കൊഴുപ്പാണ്. അപ്പോൾ അല്ലെങ്കിലേ എനിക്ക് കുളിക്കുമ്പോൾ തല കറങ്ങുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഇനിയിപ്പോൾ ഒരു വഴുക്കി വീഴെങ്ങാനും ചെയ്താലോ വെച്ചിട്ട് പേടിച്ചിട്ട് താളി അരച്ചില്ല. യെസ്, അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു സെറ്റായി. ഇനി ഒന്ന് സുന്ദരിയാവാം. ടോണർ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആവട്ടെ. ഇവിടെ സുന്ദരൻ എടുക്കാം കേട്ടോ. എന്താല്ലേ പവർഫുള്ളാണ് കേട്ടോ ഭയങ്കരമായിട്ട്. എന്താ പറയുക, എൻ്റെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മുത്തുമണിയാണിത്. നമ്മൾ എന്ത് സ്റ്റെപ്പ് ഇടുമ്പോഴും കുറച്ചധികം ഒരു ബ്രേക്ക് കൊടുക്കണം കേട്ടോ. ചാടി കയറി ഒന്നിട്ട് അതിൻ്റെ മേലെ തന്നെ അടുത്തത് ഇട്ട് ചെയ്യരുത് കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. യെസ്, അത്യാവശ്യം ഡ്രൈ ആയി. ഇനിയിപ്പം നമ്മുടെ അടുത്ത മുത്ത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആവും, അതൊക്കെ സത്യമാണ്. പക്ഷെ കുറച്ചധികം ടൈം എടുക്കും ഇത് ഇട്ടിട്ട് ഇതൊന്ന് സെറ്റിലാവാൻ. ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം എടുക്കാം കേട്ടോ. അത് സമേത ആയുർവേദിക് എല്ലാവർക്കും അറിയാലോ. ഇപ്പം അവരുടെ ഒരു ലിപ് ബാമാണ് കേട്ടോ. ഇത് സൂപ്പർ ലിപ് ബാമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. സൺസ്ക്രീനാണ് ഇട്ടപ്പോൾ ഇടാറ്. ഇപ്പം പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കണമല്ലോ. എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇടും കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ. ഇന്ന് ഞാനങ്ങനെ പുറത്തൊന്നും പോണില്ലല്ലോ, അതുകൊണ്ട് ഒരുപാടൊന്നും ആർഭാടാക്കുന്നില്ല. നല്ല സൺസ്ക്രീനാണ് കേട്ടോ, വല്ലാതെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ സെറ്റിലാവും. സെറ്റാവട്ടെ. ഫാനൊക്കെ ഇട്ടിട്ട് ഫാനിൻ്റെ ചോട്ടിൽ കുറച്ച് മുടി കഴിച്ചിട്ടിട്ട് കിടക്കാം. അപ്പോഴേക്കും മുടി ഒന്ന് ഉണങ്ങും, നോത്തിട്ടത് ഒന്ന് കമാവും. എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ടില്ലാന്നേ. ആ മനുഷ്യൻ ഉച്ചയ്ക്ക് എഴുന്നേക്കുള്ളൂ എന്ന്. എനിക്ക് കാണാൻ കൊതിയാവണ്. ഇത്ര നേരമായിരുന്നറിയോ? ഇവിടെ സമയം 11:45. ഇത്ര നേരമായിട്ടും ആ മനുഷ്യനെ വിളിച്ചിട്ടില്ല. ഉത്തരവാദിത്തം ഇല്ലാത്ത മനുഷ്യൻ. കുറേ ദിവസമായിട്ട് ഒന്ന് ഒരുങ്ങിയിട്ട് വലിയ ഒരുക്കൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് ജസ്റ്റ് ഒരു പൗഡറെങ്കിലും ഇട്ടിട്ടൊന്ന് സെറ്റാം. ക്രീമൊന്നും വേണ്ട, ജസ്റ്റ് ഭയങ്കര ഓയിലി സംഭവമില്ലേ, അതൊന്ന് മാറ്റാൻ നമുക്കൊരു ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ ഇടാം. എപ്പോ വരാമേ? ഇപ്പൊ വരേ. എൻ്റെ അനിതമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. കണ്ണെഴുതിട്ട് പോലെ കണ്ണും കൂടി ഇല്ല. എൻ്റെ അച്ഛൻ പെണ്ണാണോ അതൊക്കെ ഓർമ്മ വരിക. അച്ഛനാണ് കേട്ടോ ആദ്യം പെണ്ണാണോ വന്നത്, ഏട്ടനല്ല. അച്ഛൻ പെണ്ണാണോ വന്നിട്ട് പിന്നെ ഏട്ടൻ ലീവിന് വന്നപ്പോൾ ഏട്ടൻ വന്നു. ഏട്ടനും അമ്മയും എല്ലാവരും കൂടി വന്നു. അതും ഒരു കാലം. എന്തായാലേ
പൂതിക്ക് ചെയ്തതാണ് കേട്ടോ. എന്നും ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിന്ന് മടിയത്തില്ല. മുടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈവ സന്തോഷം അറിയും. കമ്മലൊന്നും വേണ്ട. ഇന്ന് മുതൽ ആ കമ്മലൊക്കെ ഉണ്ടായി തുടങ്ങി. വയ്യ. അവിടെ കിടക്കായിരുന്നു. കുളിച്ച് കിടന്നു. ശരി അച്ഛാ. എന്തായാലും ഇതിന്റെ പേര് 10 മണി വരെ എൻ്റെ അമ്മയും അനിതമ്മയും കൂടി ഭയങ്കര കത്തിവയ്പ്പിലാണ് കേട്ടോ. ഇത് ധന്വന്തര കേട്ടോ, മഹാധന്വന്തരം അങ്ങനെ തന്നെ പറയാം. അത് ഞാൻ ഗർഭിണിയായ മുതൽ കുടിക്കുന്നതാണ് കേട്ടോ. ഏട്ടനും അവിടുന്ന് തരാറുണ്ടായിരുന്നു, അമ്മയും തരാറുണ്ട്. ഇതെന്തിനാ കുടിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എല്ലാ ദിവസവും ഫോൺ വിളിക്കുമ്പോൾ പറയും മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മാങ്ങയാണ് കേട്ടോ ഇത്. എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫുൾ എടുത്ത് വെച്ച മാങ്ങയാണ്. അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. പിന്നെ മുന്തിരിയും ആപ്പിളും അങ്ങനെ ആർഭാടം. അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഞങ്ങൾ ചോറുണ്ടു. ഞാൻ അവരെ കൂടെ ഇരുന്നു കേട്ടോ ചോറുണ്ണാൻ. എൻ്റെ അമ്മയും അച്ഛനും കുറച്ച് കഴിഞ്ഞിട്ടാണ് ചോറുണ്ണായിരുന്നത്. പിന്നെ ഏട്ടനെ കുറേ നേരം വീഡിയോ കോൾ ചെയ്തു. അപ്പോഴാണ് കേട്ടോ ആ മനുഷ്യൻ എഴുന്നേക്കുന്നത്. ഇവിടുത്തെ 2 മണിക്കാണ് എഴുന്നേക്കുന്നത്. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനുണ്ടായിരുന്നെങ്കിൽ ഇതിലും ലേറ്റായിട്ടായിരുന്നു എഴുന്നേക്കാറ് ഞങ്ങൾ. അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അവരിറങ്ങി. അതുകൊണ്ട് ഞാൻ തപ്പണേ. അപ്പൊ ശരിട്ടാ. അപ്പൊ തല കുട്ടിയിട്ട് എടുക്കാട്ടാ. അയ്യോ ഈ സാധനം കയ്യിലുണ്ടത്തെ കുഴപ്പം. ഏത് മൊബൈല് ഇല്ല അച്ഛാ, യൂണിവേഴ്സിറ്റിന്ന് പൊക്കോളൂ. ഇത് നമ്മളെ മറ്റേ ചെരുപ്പല്ലേ അമ്മ? നല്ല ഭംഗിയുണ്ട്. ഒരു മിഞ്ചി പൊട്ടി. അതെയോ? ആ അവർക്ക് പൂജയല്ലേ. ഇന്ന് എന്തായാലും ചോദിച്ചാ എന്റെ അച്ഛൻ വരും. കേട്ടല്ലോ? തൃശ്ശൂരിന് ഒരു വിളി വിളിച്ചാ മതി, വരും. കേട്ടല്ലോ? ഞാൻ വേറെ. എന്താ പറയാള്? ഇതൊക്കെ മുല്ലശ്ശേരി സ്പെഷ്യൽ സാധനങ്ങളാണ് കേട്ടോ. ഈ കുഴലപ്പുണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ ഈ മിച്ചറും. പിന്നെ ഇത് അച്ഛൻ കഷ്ടപ്പെട്ട് പാവം വറുത്തുണ്ടാക്കിയ ചക്കുപ്പേരിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഷുഗറൊക്കെയാണ്, കഴിക്കാൻ പാടുമോ? പക്ഷെ സാരമില്ല, എപ്പോഴെങ്കിലും കിട്ടണമല്ലേ, അങ്ങ് കഴിക്കാല്ലേ. അങ്ങനെ അവർ പോയിട്ടാ. ഇനി കുറച്ച് നേരം കിടക്കണം. ഉറങ്ങൂല കേട്ടോ, വെറുതെ കിടക്കുകയുള്ളൂ. ഗർഭിണികൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങരുതെന്ന് എൻ്റെ അമ്മ പറയണ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ. അങ്ങനെ റൂമിൽ കയറി ഉറങ്ങാം കുറച്ച് നേരം. ഉറങ്ങല്ല, കിടക്കാം. എത്ര ഉറങ്ങില്ല എന്ന് പറഞ്ഞാലും കുറച്ചൊന്ന് കണ്ണടക്കിയല്ലോ. അതാണല്ലോ നമ്മുടെ ഒരു ഇത്. അതിനിടയിൽ ഏട്ടനൊക്കെ കുറച്ച് നേരം വിളിച്ചു, വർത്താനം പറഞ്ഞു, കത്തിയടിച്ചു. ഇനി കുറച്ച് നേരം ഈവനിങ് വാക്ക്. മുറ്റത്തിറങ്ങി നടക്കാൻ ഈ ഒരു ഈവനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫോണൊന്നും നോക്കാണ്ട് എങ്ങനെ എന്തൊക്കെയൊക്കെയോ ആലോചിച്ചിട്ട് ഇങ്ങനെ സമാധാനപരമായിട്ട് നടക്കുക. ഒന്ന് കിതക്കണ വരെ ഞാൻ നടക്കും കേട്ടോ. ഒരു 6-7 റൗണ്ട് ഇങ്ങനെ അവിടെ വരെ പോയി ഇവിടെ വരെ വന്ന് അങ്ങനെ കുറേ നടക്കാറുണ്ട്. പ്രത്യേക ഒരു സന്തോഷമാണ് ഈ ഒരു ടൈമിൽ. അതിൻ്റെ ഇടയിൽ അമ്മ ഫുൾ അമ്മേൻ്റെ ഗാർഡനിങ്ങിലാണ് കേട്ടോ. കുറേ പരിപാടികളിൽ മുഴുകി നിൽക്കുന്ന അമ്മ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞാവയ്ക്ക് വന്ന പാക്കേജുകളാണ് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത് കുറേ പരിപാടി ഉണ്ട്. ഇത് കഴുകണം. ഇതിലെ തുണികളൊക്കെ ഉണ്ട്, കുറേ ടർക്കി ഡ്രസ്സ് കുഞ്ഞിനുള്ള. അതൊക്കെ കഴുകി ഉണക്കി സെറ്റാക്കി വെക്കാനുണ്ട്. കുറേ പരിപാടി ഉണ്ട്. ഒരു പൊറോട്ട കഴിക്കണോണ്ടൊന്നും കുഴപ്പമില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ ഞാനൊരു പൊറോട്ട കഴിച്ചു കേട്ടോ. കുറേ കാലമായി കഴിച്ചിട്ട്. അപ്പോൾ ഒരു പൂതി, അപ്പം അങ്ങ് കഴിച്ചു.
ഞാൻ എന്ത് കഴിക്കാൻ നിൽക്കുമ്പോഴും അമ്മ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ. അമ്മ വേണ്ട ഷുഗറാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അമ്മ പേടിച്ചിട്ട്. അച്ഛൻ പറയും കുഴപ്പമില്ലേ കഴിച്ചോ, പൂതിയായിട്ടല്ലേ എന്ന്. അത് കേൾക്കാൻ കാത്തിക്കുന്ന ഞാനും. കുറേ സമയത്തിന് ശേഷം കുറച്ച് മുന്തിരി അമ്മ കഴുകി തന്നിരുന്നു, അതും കൂടി എടുത്ത് കഴിച്ചു കേട്ടോ. വീഡിയോ കോളൊന്നും ഇല്ലാത്ത കാലത്ത് ഇതുപോലത്തെ പ്രവാസികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാരുടെ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കമൻ്റൊക്കെ വായിച്ചപ്പോൾ എൻ്റെ സങ്കടങ്ങളൊന്നുമല്ല. എന്തോരം പ്രവാസികളുടെ ഭാര്യമാരാലേ, എന്തോരം പ്രവാസികളാലേ 1-2 കൊല്ലം കാണാതെ ഇരിക്കുന്ന ആൾക്കാർ. ആകെ അവർ കാണുന്നതും ജീവിക്കുന്നതും ഒരു മാസമൊക്കെയാണ്. മേല് കഴുകുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് എനിക്കിപ്പോൾ. അതുകൊണ്ട് മേലെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യണം, വെള്ളം കുടിക്കണം. ആദ്യമൊക്കെ 2 മിനിറ്റൊക്കെ എടുത്തിട്ടാട്ടോ മേല് കഴുകുക. കുളിക്കാൻ മാക്സിമം ഒരു 5 മിനിറ്റ്. പക്ഷെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ എടുക്കും. കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കര പേടിയാണ് വഴിക്ക് വീഴുമെന്ന്. കാരണം ഞാനൊരു കുറേ മുന്നേ ഞാൻ ഒരു തവണ വീണു. അന്ന് ഞാൻ വിളിക്കാത്ത ഭഗവാന്മാരില്ല, വിളിക്കാത്തതില്ല, ഭയങ്കര പേടിച്ചിട്ടോ ഞാനത്. അങ്ങനെ വീഴാനൊന്നും പാടില്ലല്ലോ. ഞാൻ വീണു ബാത്റൂമിൽ നിന്ന്. അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര നോക്കി മെല്ലെ ഒരു കാല് വെക്കുമ്പോൾ പോലും ഭയങ്കരമായിട്ട് നോക്കിയിട്ടൊക്കെയാണ് പോവുക. അങ്ങനെ കുറേ ടൈം എടുക്കും കുളിക്കാൻ. അതുപോലെ നല്ല രീതിയിൽ നമ്മളെ വയറിൻ്റെ ഭാഗവും അതുപോലെ ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ നിപ്പിളിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പരിധി വരെ എന്താ പറയുക സ്ട്രെച്ച് മാർക്ക് പരിധി വരെ ഇല്ല എന്നല്ല, തീരെ ഇല്ല എനിക്ക് സ്ട്രെച്ച് മാർക്ക് ഇതുവരെ കേട്ടോ. ഇനിയിപ്പോൾ ആഫ്റ്റർ ഡെലിവറി വയറ് കുറച്ച് ചുരുങ്ങുമ്പോൾ മേ ബി ഉണ്ടാവുമായിരിക്കും. എനിക്കിങ്ങനെ ചിലവർക്ക് ചൊറിയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിപ്പിള് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇടയ്ക്ക് വേദനിക്കാറുണ്ട്, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് കുടിച്ചിട്ടില്ലല്ലോ, മരുന്ന് കുടിക്കണം. രാത്രി കുടിക്കില്ല മരുന്നാക്കാം. ആഫ്റ്റർ ഡെലിവറി നമ്മൾ മരുന്ന് കുടിക്കേണ്ടി വരുമോ? 8 മാസമായി ഇപ്പം മരുന്ന് കുടിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാത്ത കാര്യമാണ്. ഞാൻ മരുന്ന് കുടിക്കാറേ ഇല്ല. മരുന്ന് കുടിക്കേണ്ട സിറ്റുവേഷൻ പോലും, ഒരു ആൻറ്റിബയോട്ടിക് പോലും കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കി കുടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഞാനാണ്. ഒരു നേരം പോലും ഇപ്പം എന്നെ ആരും ഓർമ്മിപ്പിക്കേണ്ടി വരില്ല. അത്രയ്ക്കും മീൻസ് കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കുടിക്കുക. ഇത് കഴിഞ്ഞാൽ കുടിക്കേണ്ടി വരില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാനിപ്പോൾ കുടിക്കാം. എന്താ അവസ്ഥ? പോക്കാതെ വെള്ളം കുടിക്കാൻ ഞാൻ എന്നാ പഠിക്കാവോ? ഇനിയിപ്പോൾ ഒന്ന് നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യും. ഏട്ടനെ കുറച്ച് നേരം വീഡിയോ കോൾ ചെയ്യണം, കിടന്നുറങ്ങണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം. ഇന്ന് ഭയങ്കര സന്തോഷമായി അമ്മേനെയും അച്ഛനൊക്കെ കാണാൻ പറ്റി. അല്ലെങ്കിൽ ഇത് ഫുൾ ബോറടിയാണ് കേട്ടോ. ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരേപോലെ ഒരു 3-4 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു സന്തോഷമുണ്ട് മനസ്സിൽ. അല്ലാതെ ഏട്ടനെ കാണാൻ പറ്റാതെ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഈശ്വര, ഞാൻ പുറത്തേക്ക് പോകാതെ നിന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം. എന്നെന്തോ ജയിലിൽ കൊണ്ടിട്ട പോലെ. എനിക്ക് ഇടയ്ക്ക് പുറത്തേക്ക് പോകണം, കാറിൽ കയറി പുറത്തേക്ക് പോകണം, കുറേ ആൾക്കാരെ എന്നെ കാണണം, എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കണം. അങ്ങനെ കുറേ ശീലങ്ങളുണ്ട്. അതൊന്നും ഇപ്പം നടക്കാതെ വരുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. പക്ഷെ ആരടുത്തും പ്രകടിപ്പിക്കാറില്ല. ഭർത്താവിനെ മാത്രം വിളിച്ചിട്ട് എന്നാലും നിങ്ങൾ ഇവിടെ എന്നെ ഇട്ടിട്ട് പോയില്ലേ മനുഷ്യ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കച്ചറ ഉണ്ടാക്കാറുണ്ട്. സോറി, അത്രയേ ഉള്ളൂ.
സ്കിൻ കെയറിലേക്കൊക്കെ കിടക്കട്ടെ. എന്റെ ഭർത്താവിനെ കുറച്ചു നേരം ഫോണൊക്കെ വിളിച്ച് സല്ലപിക്കട്ടെ. അപ്പോ ഇനി നമുക്ക് വേറെ വ്ലോഗായിട്ട് വേറെ ദിവസം കാണാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.